प्यारे बच्चे, आप सभी ठीक है ना? ओके। पिछले कक्षा में हमने दिलेरा नामक की एक कविता के बारे में ചർച്ച किया. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദിലേര എന്ന് പറയുന്ന ഒരു കവിതയെക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഓക്കെ. ആജ് മനോജ് കി നാവ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠാണ് മനോജ് കി നാവ് എന്നുള്ളത് കേട്ടോ. ഓക്കെ. अब देखिए എന്താ അതിന് മുകളിലൊരു എഴുതിയിരുന്നത് ബോക്സിൽ? പടേ പരിചിത് ശബ്ദോं पर घोड़ा लगाए और लिखे. പടേ പടേം പറഞ്ഞാൽ വായിക്കുക. പ്രസ്തുത പാഠഭാഗ് വായിച്ചിട്ട് പരിചിത് ശബ്ദവും പർ നിങ്ങൾക്ക് പരിചയമുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ശബ്ദവും വേർഡ്സുകൾ ഗോള ലഖായി പെൻസിൽ കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അതിന് ഗോള മീൻസ് സർക്കിൾ വരയ്ക്കുക. ലഖായും ഓർ ലിഖയും വരച്ചിട്ട് എഴുതുക. ഓക്കെ. മനോജ് കി നാവ്. മനോജ് നെയ്മഡ് വൺ ബോയ് അല്ലേ? മനോജ് കി നാവ്, മനോജിൻ്റെ നാവ്. നാവ് മീൻസ് ബോട്ട്. ഓക്കെ. വായിച്ച് നോക്കാം കേട്ടോ, ശ്രദ്ധിക്കുക. ടീച്ചർ വായിക്കണതിൻ്റെ കൂടെ വായിക്കാൻ ശ്രമിക്കുക. മനോജ് 11 साल का लड़का, घर में पिताजी, माताजी और दादी, गांव में नदी के पास एक छोटा घर के पीछे पहाड़, वहाँ के जंगल में हाथी, भालू, लोमड़ी, हिरण आदि जानवर, घर के सामने पीपल, कटहल आदि के पेड़. नाव, नेक्स्ट पेज. नाव चलाना उसका सपना था, लेकिन माँ बाप अनुमति नहीं देते थे. एक दिन मनोज घर में अकेला था. नाव चलाने का एक अच्छा अवसर मिल गया. वह नाव चलाने लगा. नेक्स्ट पेज. ओके. वह नाव चलाने लगा. वाह कितना मज़ा है. अचानक आकाश में बादल छा गए. सूरज गायब. पानी बरसने लगा. बचाओ बचाओ वह रोने लगा. नाव नदी के बीच में एक पत्थर से टकराकर नाव टूट गई. मनोज की चोट लगी. नाव पानी में डूब गई. नेक्स्ट पेज. चिल्लाहट सुनकर कई लोग आए. मनोज पूरी ताकत के साथ तैरने लगा. किनारे पहुंचते ही दब गया. उसको देखकर माँ बाप खुश हुए. घर की ओर चलते चलते उसको माँ बाप की बातें याद आई. ओके. ലിസൺ. മീനിങ്സ് നോക്കാം കേട്ടോ. മനോജ് കി നാവ്, മനോജിൻ്റെ തോണി. इस पेज में आप क्या क्या देखते हैं? ഈ പേജിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഏക് ലഡ്ക ഖടാ ഹെ അല്ലേ? ഒരു ആൺകുട്ടി നിൽക്കുന്നു. ഉസ് ലഡ്ക കാ നാം ക്യാ ഹെ? ആ ആൺകുട്ടിയുടെ പേരെന്താണ്? ഉസ്കാ നാം മനോജ്. അവൻ്റെ പേരാണ് മനോജ്. അപ്പം നമ്മുടെ മനോജാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഉസ്കെ പീച്ചെ ഉസ്കാ ഘർ ഹെ. അവൻ്റെ പിന്നിലായിട്ട് കാണുന്നത് എന്താണ്? അവൻ്റെ വീടാണ് അല്ലേ? ഏക് നദി ബി ഹെ. ഒരു നദി കൂടിയുണ്ട് അല്ലേ? ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, വായിച്ച് നോക്കാം കേട്ടോ. മനോജ് 11 साल का लड़का. 11 कितना? 11. മനോജ് 11 साल का लड़का. മനോജ് എന്ന് പറയുന്ന കുട്ടി 11 साल का. 11 कितना? 11 അല്ലേ? 11 വയസ്സുള്ള. സാൽ മീൻസ് ഇയർ. ഓക്കെ. 11 വയസ്സുള്ള ലഡ്ക. ലഡ്ക മീൻസ് ബോയ്.
घर में പിതാജി മാതാജി ഔർ ദാദി. घर में വീട്ടിലെ, അവൻ്റെ വീട്ടിലെ പിതാജി, പിതാജി നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ പിതാജി മാതാജി പഠിച്ചിട്ടുണ്ട്. ഔർ ദാദി, ദാദി മീൻസ് ഗ്രാൻഡ് മദർ. ഓക്കെ, ദാദാ പറഞ്ഞാൽ ഗ്രാൻഡ് ഫാ. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ഫാദർ യാ ഗ്രാൻഡ് പാ ദാദാ. ഓക്കെ, ദാദി ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മാ. തേർഡ് ലൈൻ, ഗാവ് മേ നദി കെ പാസ് ഏക് ചോട്ടാ ഘർ. ഇനി നമ്മുടെ മനോജിൻ്റെ വീട് എവിടെയാണ്? ഗാവുമേ. ഗാവ് മീൻസ് വില്ലേജ്, ഗ്രാമത്തിൽ. നദി കെ പാസ്, നദി, നദി മീൻസ് റിവർ. നദി കെ പാസ്, നദി കെ പാസ് അല്ലേ, നദിയുടെ തീരത്ത്. ഏക് ചോട്ടാ ഘർ, ഒരു ചെറിയ ഒരു വീടാണ് അല്ലേ. ഘർ കെ പീച്ചെ പഹാഡ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് വീടിൻ്റെ? ഘർ കെ, വീടിൻ്റെ. പീച്ചെ, പീച്ചെ ബിഹൈൻഡ് അല്ലേ, പിന്നിൽ. പഹാഡ്, ദ പഹാഡ് മൗണ്ടെയിൻ അല്ലേ, മൗണ്ടെയിൻ ആണ് പഹാഡ് അല്ലേ, പർവ്വതങ്ങളുണ്ട്. ഘർ കെ പീച്ചെ പഹാഡ് കെ അല്ലേ, വീടിൻ്റെ പിന്നിൽ പർവ്വതങ്ങളുണ്ട്. വഹാം കെ ജംഗൾ മേ, ഇനി വഹാം കെ അവിടുത്തെ. ജംഗൾ മേ, ജംഗൾ മീൻസ് ഫോറസ്റ്റ്, കാട്. ജംഗൾ മേ കാട്ടിൽ. ഹാത്തി എലിഫന്റ്, ബാലു ബിയർ, ലോമഡി ഫോക്സ്, ഹിരൺ ഡിയർ, ആദി ജാൻവർ ഹെ മാൻ എന്നീ ജാൻവർ ഹെ. ജാൻവർ മീൻസ് ആനിമൽസ് അല്ലേ. അപ്പോൾ എന്താണ്? മനോജ് 11 സാൽ കാ ലഡ്ക. മനോജ് 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഉസ്കെ ഗർമേം, അവൻ്റെ വീട്ടിൽ പിതാജി മാതാജി ഔർ ദാദി ഹെ അല്ലേ. അവൻ്റെ വീട്ടിൽ ആരൊക്കെയാണ്? ഫാദർ മദർ ഗ്രാൻഡ് മാ. ഓക്കെ, മാതാജി പിതാജി മാതാജി ഔർ ദാദി. गांव में नदी के पास एक छोटा घर, उसका घर नदी के पास है. അവൻ്റെ വീട് എവിടെയാണ്? നദി കെ പാസ്, നദീ തീരത്താണ് അവൻ്റെ വീട്. ഘർ കെ പീച്ചെ പഹാഡ്, വീടിൻ്റെ പിന്നിൽ എന്തുണ്ട്? പഹാഡ് അല്ലേ, മൗണ്ടെയിൻ, പർവ്വതങ്ങളുണ്ട്, ചെറിയ ചെറിയ കുന്നുകൾ അല്ലേ. വഹാം കെ ജംഗൾ മേം, അവിടുത്തെ ജംഗൾ കാട്ടില്. ഹാത്തി ബാലു ലോമഡി ഹിരൺ ആദി ജാൻവർ ഹെ, അവിടുത്തെ കാട്ടിലെ ആന കരടി കുറുക്കൻ അതുപോലെ ഹിരൺ മാൻ എന്നീ ആനിമൽസ് ഉണ്ട്. ഘർ കെ സാമനെ പീപ്പിൾ, ഇനി എന്താണ്? ഘർ കെ സാമനെ വീടിൻ്റെ മുന്നിലായിട്ട് എന്തുണ്ട്? പീപ്പിൾ. എന്താ പീപ്പിൾ? ബനിയൻ ട്രീ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പീപ്പിൾ ദാദി കി കഥ. ഉസ് പീപ്പിൾ ബനിയൻ ട്രീ, അതുപോലെ കഡ്ഹൽ ജാക്ക് ഫ്രൂട്ട് ട്രീ അല്ലേ, അതായത് പ്ലാവ് അല്ലേ, അതായത് കഡ്ഹൽ. ആദി കെ പേട് ഹെ, പ്ലാവ് അതുപോലെ അരയാൽ മരമൊക്കെ ഉണ്ട്. നെക്സ്റ്റ് പേജ്. इसमें कुछ प्रश्न भी है. മനോജ് कितना साल का लड़का है? മനോജ് എത്ര വയസ്സുള്ള കുട്ടിയാണ്? മനോജ് 11 साल का लड़का അല്ലേ, മനോജ് 11 വയസ്സുള്ള കുട്ടിയാണ് അല്ലേ. ഉസ്കെ घर में कौन कौन थे? कौन है? അവൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്? മനോജ് के घर में മാതാജി പിതാജി और ദാദി है, മാതാവ് പിതാവ് പിന്നെ ഗ്രാൻഡ് മദറുമാണ് ഉള്ളത്. ഉസ്കെ ഘർ കഹാം ഹെ? മനോജ് കെ ഘർ കഹാം ഹെ? മനോജിൻ്റെ വീട് എവിടെയാണ്? ഗാവ് മേ ഏക് നദി കെ പാസ് അല്ലേ, മനോജ് കാ ഘർ ഗാവ് മേ ഏക് നദി കെ പാസ് ഹെ അല്ലേ, ഗ്രാമത്തിൽ. മനോജിൻ്റെ വീട് ഗ്രാമത്തിലെ ഒരു നദീ തീരത്താണ്. ഓക്കെ, ഉസ് ഘർ കെ പീച്ചെ ക്യാ ക്യാ ഹെ? വീടിൻ്റെ പിന്നിൽ എന്തൊക്കെയാണുള്ളത്? ഘർ കെ പീച്ചെ ഏക് പഹാഡ് ഹെ, വഹാം ഏക് ജംഗൽ ബി ഹെ, അവിടെ ഒരു കാടും ഉണ്ട്. ഉസ് ജംഗൽ മേ കിൻ കിൻ ജാൻവർ രഹത്തെ ഹെ, ഏതൊക്കെ ആനിമൽസ് ആണ് അവിടെ ഉള്ളത്? ഉസ് ജംഗൽ മേ हाथी भालू लोमड़ी और हिरण है. घर के सामने
കിൻ കിൻ പേട് ഹേ. എന്തൊക്കെ മരങ്ങളാണ് വീടിന് മുന്നിലുള്ളത്? പീപ്പൽ, കഡ്ഹൽ ആദി പേട് ഹേ. ओके, नेक्स्ट पेज. नाव चलाना उसका सपना था, लेकिन माँ बाप अनुमति नहीं देते थे. एक दिन मनोज घर में अकेला था. नाव चलाने का एक अच्छा अवसर मिल गया. नाव चलाना, नाव चलाना തോണി തുഴയുന്നത് അല്ലേ? തോണി. നാവ് ചലാന തോണി തുഴഞ്ഞു പോവുക എന്നത് ഉസ്ക അവൻ്റെ സപ്നാത്ത. എന്താ സപ്ന? ഡ്രീം അല്ലേ? സ്വപ്നം. അപ്പോൾ മനോജ് കാ സപ്ന ക്യാ താ? മനോജിൻ്റെ സ്വപ്നം എന്തായിരുന്നു? മനോജ് കാ സപ്ന എഴുത്ത. മനോജിൻ്റെ സ്വപ്നം ഇതായിരുന്നു കി, അതായത് നാവ് ചലാന. നാവ് ചലാന തോണി തുഴഞ്ഞ് പോകുന്നതാണ് മനോജിൻ്റെ സ്വപ്നം. അപ്പം മനോജ് കാ സപ്ന ക്യാ താ ചോദിച്ചാൽ എന്താ നമ്മൾ എഴുതുക? മനോജ് കാ സപ്ന നാവ് ചലാനാത്ത അല്ലേ? അതായത് തോണി തുഴഞ്ഞു പോകുന്നതായിരുന്നു അവൻ്റെ സ്വപ്നം. लेकिन माँ बाप अनुमति नहीं देते थे. इस बात मनोज ने अपने मातापिता से कहा. ഈ സ്വപ്നത്തെക്കുറിച്ച് തൻ്റെ മാതാപിതാക്കളോട് മനോജ് പറഞ്ഞു. ലേക്കിൻ എന്നാൽ മാം ബാപ്പ്, മാം മദർ, ബാപ്പ് ഫാദർ, അനുമതി നഹീം ദേത്തെ തെ. ഗിവ് നോ പെർമിഷൻ അല്ലേ? എന്താ അതിന് അനുമതി നൽകിയില്ല അല്ലേ? അപ്പോൾ നാവ് चलाने में അനുമതി नहीं दिया. कौन कौन? മനോജ് കെ മാം ബാപ്പ് അല്ലേ? അമ്മയും അച്ഛനും അല്ലെങ്കിൽ മദറും ഫാദറും നൽകിയില്ല. ഓക്കെ. एक दिन मनोज घर में अकेला था. एक दिन വൺ ഡേ മനോജ് घर में അവൻ്റെ വീട്ടിൽ അക്കേലാത്ത. അക്കേല മീൻസ് എലോൺ, ഒറ്റയ്ക്കായിരുന്നു. ഒരു ദിവസം അച്ഛനും അമ്മയും അല്ലെങ്കിൽ മദറും ഫാദറും സ്ഥലത്തില്ലാത്ത സമയത്ത് മനോജ് ഉസ്കെ घर में അക്കേലാത്ത, അവൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. नाव चलाने का एक अच्छा अवसर मिल गया. नाव चलाने का, അപ്പോൾ അവൻ ചിന്തിച്ചു नाव चलाने का തോണി തുഴയാൻ एक अच्छा अवसर, നല്ലൊരു എന്താ അവസരമാണ് മിൽ ഗയ കിട്ടിയത്. അപ്പോൾ വീട്ടിലാരും ഇല്ല, അവൻ തനിച്ചായിരുന്നു. ഉസ്നെ സോച്ച, ആ സമയത്ത് അവൻ ചിന്തിച്ചു നാവ് ചലാനേക്ക് അച്ഛ അവസർ മിൽ ഗയ, തോണി തുഴയാനുള്ള ഒരു നല്ലൊരു അവസരമാണ് കിട്ടിയത്. നെക്സ്റ്റ് പേജ് നോക്കൂ. വഹ് നാവ് ചലാനേ ലഗ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ നാവ് ചലാനേ ലഗ, തോണി തുഴയാൻ തുടങ്ങി. ലഗ തുടങ്ങി. വാ കിത്തനാ മസാ ഹേ. വാവ് അല്ലേ? എന്താ വാവ് മീൻസ്? ഹായ്. കിത്തനാ മസാ ഹേ, എത്ര ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? എത്ര രസകരമാണ്. കിത്തനാ മസ മീൻസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, നല്ല രസകരമാണ്. അച്ചാനക് ആകാശ് മേ ബാദൽ ഛാ ഗയേ. അച്ചാനക് മീൻസ് സഡൻലി, പെട്ടെന്ന്. ആകാശ് മീൻസ് സ്കൈ, ആകാശത്തിലെ ബാദൽ മീൻസ് ക്ലൗഡ് അല്ലേ? മേഘം, മഴമേഘങ്ങൾ. ഛാഗയെ വ്യാപിച്ചു, സ്പ്രെഡ്. ഛാഗയ സ്പ്രെഡ് ചെയ്തു അല്ലേ? അച്ചാനക് ആകാശ് മേ ബാദൽ ഛാഗയെ. അച്ചാനക് മീൻസ് സഡൻലി, ആകാശ് മീൻസ് സ്കൈ, ബാദൽ ക്ലൗഡ്. ഓക്കെ, അച്ചാനക് ആകാശ് മേ ബാദൽ ഛാഗയെ, പെട്ടെന്ന് തന്നെ ആകാശത്തിലെ മഴമേഘങ്ങൾ ഛാഗയെ സ്പ്രെഡ് ചെയ്തു, വ്യാപിച്ചു. സൂരജ് ഗായബ്. സമയ സൂരജ് സൺ അല്ലേ? സൺ എന്ത് ചെയ്തു? ഗായബ് മീൻസ് മറഞ്ഞുപോയി, ഹൈഡ് ചെയ്തു. മഴമേഘങ്ങളിൽ ആര് മറയപ്പെട്ടു? സൂര്യൻ മറയപ്പെട്ടു. പാനി ബരസ്നേ ലഗ. എന്താ പാനി? ജലം, വാട്ടർ. ബരസ്നേ ലഗ വർഷിക്കാൻ തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. ഓക്കെ, ആ പിക്ചേഴ്സ് നിങ്ങൾ കാണുന്നില്ലേ? പേജിൽ കാണുന്നില്ലേ? ശ്രദ്ധിക്കൂ. ബച്ചാവോ 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 वो रोने लगा. नाव नदी के बीच में एक पत्थर से टकराकर नाव टूट गई. मनोज को चोट लगी. नाव पानी में डूब गई. ബച്ചാവോ ബച്ചാവോ. എന്താ ബച്ചാവോ? രക്ഷപ്പെടുത്തു. വ രോനെ ലഗ, രക്ഷിക്കൂ. വ രോനെ ലഗ, അവൻ കരയാൻ തുടങ്ങി. രോന മീൻസ് ക്രൈയിങ്. ഓക്കെ,
നാവ് നദി കെ ബീച്ച് മേ. അപ്പം നമ്മുടെ ബോട്ട് അവൻ്റെ മനോജിൻ്റെ തോണി എവിടെയാണ്? നദി കെ ബീച്ച് മേ. നദി, ആ നദിയുടെ ബീച്ച്, ബീച്ച് മീൻസ് സെൻട്രൽ അല്ലേ, നടുവിലാണ് ആ ബോട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ. ഏക് പത്തർ സേ, ഇനി എന്താ സംഭവിച്ചത്? ഏക് പത്തർ സേ, പത്തർ മീൻസ് സ്റ്റോൺ, നദിയിലെ ഒരു കല്ലില് ടക്കരാക്കർ, ഒരു പാറക്കല്ലിൽ എന്ത് ചെയ്തു? ടക്കരാക്കർ, കൂട്ടിമുട്ടിയിട്ട് നാവ് ടൂട്ട് ഗയി, നാവ് എന്ത് ചെയ്തു? പൊട്ടി അല്ലേ. മനോജ് കോ ചോട്ട് ലഗി ഉസ് സമയ്, ആ സമയത്ത് മനോജിനെ ചോട്ട് ലഗി, ചോട്ട് മീൻസ് വൂണ്ട്, മുറി അല്ലേ, മുറിവ് ഉണ്ടായി. നാവ് പാനി മേ ടൂബ് ഗയി അല്ലേ, എന്ത് ചെയ്തു? ഉസ് നാവ് നദി കെ ഏക്ക് പത്തർ സെ ടക്കരാക്കർ ടൂട്ട് ഗയി അല്ലേ, നദിയിലെ ഒരു കല്ലിൽ തട്ടിയിട്ട്, പാറക്കല്ലിൽ തട്ടിയിട്ട് അത് എന്ത് ചെയ്തു? തോണി എന്ത് ചെയ്തു? തോണി പൊട്ടിപ്പോയി. ഉസ്മേ മനോജ് കോ ചോട്ട് ലഗി, ഉസ് സമയം മനോജ് കോ ചോട്ട് ലഗി, ആ സമയത്ത് മനോജിന് മുറിവുണ്ടായി. നാവ് പാനിമേ ടൂബ് ഗയി, നാവ് എന്ത് ചെയ്തു? പാനിമേ, വെള്ളത്തില് ടൂബ് ഗയി, മുങ്ങിപ്പോയി. ഓക്കെ. അപ്പോൾ ബച്ചാവോ ബച്ചാവോ വ് രോനെ ലേഗെ അല്ലേ, രക്ഷപ്പെടുത്തു, രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് അവൻ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ചില്ലാഹട്ട് സുൻകർ, നെക്സ്റ്റ് പേജ്. ചില്ലാഹട്ട് സുൻകർ കൈ ലോകായേ. ചില്ലാഹട്ട്, എന്താ ചില്ലാഹട്ട്? നിലവിളി. സുൻകർ കേട്ടിട്ട്, കൈ ലോക് ഒരുപാട് ആളുകൾ, ആയേ വന്നു. മനോജ് പൂരി താക്കത്ത് കെ സാത്ത് തൈർനെ ലഗ, അങ്ങനെ മനോജ് എന്ത് ചെയ്തു? പൂരി താക്കത്ത്, താക്കത്ത് മീൻസ് സ്ട്രെങ്ത്, ശക്തി അല്ലേ. മനോജ് പൂരി താക്കത്ത് കെ സാത്ത്, സർവശക്തിയും എടുത്തിട്ട്, തൈർനെ ലഗ, എന്താ തൈർന? സ്വിമ്മിങ് അല്ലേ, എന്താ തൈർന? നീന്താൻ തുടങ്ങി അല്ലേ. കിനാരെ പൗഞ്ച് ഹി, അങ്ങനെ ഒരു വിധത്തിൽ സർവശക്തിയും എടുത്ത് നമ്മുടെ മനോജ് നീന്തി നദിയുടെ നടുവിൽ നിന്ന് നീന്തി കരക്കെത്തി. കിനാരെ പഹൂഞ്ചേഹി, കിനാരെ അല്ലേ, കിനാരെ മീൻസ് നദീതീരത്ത്, പഹൂഞ്ച് എത്തിയപ്പോഴേക്കും ദക്കുകയ, നന്നായിട്ട് അവൻ എന്ത് ചെയ്തു? ക്ഷീണിച്ചു, വീക്കായി അല്ലേ, ഭയങ്കരധികം ക്ഷീണിച്ചവൻ നന്നായിട്ട്. ഉസ്കോ ദേഖ് കർ, അവനെ കണ്ടിട്ട്, മാം ബാപ്പ് ഗുഷ് ഹുയേ. മാം ബാപ്പ്, മാം മീൻസ് മദർ, ബാപ്പ് ഫാദർ, അച്ഛനും അമ്മയും. ഗുഷ് ഗേ, എന്ത് ചെയ്തു? ഹാപ്പിയായി. ഗുഷ് മീൻസ് ഹാപ്പി. ഗർക്കി ഓർ ചലത്തെ ചലത്തെ, ഗർക്കി ഓർ വീടിന് നേരെ, ചലത്തെ ചലത്തെ നടക്കുമ്പോൾ ഉസ്കോ അവന്, മാംബാപ്പ് കി ബാത്തേം, മാംബാപ്പ് അമ്മയും അച്ഛനും, കി ബാത്തേം പറഞ്ഞ, ബാത്തേം മീൻസ് മാറ്റേഴ്സ് കാര്യങ്ങൾ, യാദായി എന്ത് വന്നു? ഓർമ്മ വന്നു. എന്താ അമ്മയും അച്ഛനും പറഞ്ഞത്? വ അപ്പനെ സപ്നക്കെ ബാരേമേ മാ ബാപ് സെ കഹാ, തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അമ്മയോടും അച്ഛനോടും പറഞ്ഞു. മനോജ് കി സപ്ന ക്യാത്ത, മനോജിൻ്റെ സ്വപ്നം എന്തായിരുന്നു? യെസ്, മനോജ് കാ സപ്ന നാവ് ചലാനാത്ത അല്ലേ, ബോട്ട് തോണി തുഴഞ്ഞു പോവാനായിരുന്നു മനോജിൻ്റെ ആഗ്രഹം. ഉസ്കെ ബാരേമേ മാം ബാപ് സെ കഹത്തെ സമയ വ ദോനോ ഉസ്കെ ലിയെ അനുമതി നഹീ ദേ ദിയ, അതിന് അനുവാദം നൽകിയില്ല. ഓക്കെ. ഉസ്കെ ബാരേമേ അമ്മയും അച്ഛനും പറഞ്ഞ കാര്യങ്ങൾ അവർ വേണ്ട അല്ലെങ്കിൽ അനുമതി നൽകാത്ത എന്ത് കാരണമാണ്? അവനതിനുള്ള അങ്ങനെ തോണി തുഴയുകയാണെങ്കിൽ അതിൽ അപകടം സംഭവിക്കുന്ന നേരത്തെ അമ്മയ്ക്കും അച്ഛനും അറിയാമായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടിയാണ് അവൻ, അതുകൊണ്ടാണ് അവർ അനുമതി നൽകാതിരുന്നത്. അപ്പോൾ നമ്മുടെ ഫാദറും മദറും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കണം. കാരണം അവർ നമ്മളെക്കാൾ അറിവുള്ള ആളുകളാണ്. അപ്പോൾ അവർ നമ്മുടെ നന്മയെ ഉദ്ദേശിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മോട് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കേട്ട് അനുസരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ. അങ്ങനെയുള്ള കുട്ടികളാണ് നല്ല കുട്ടികളായി വളരുക അല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കളുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ. നല്ലതാണെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഇത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പോൾ പ്രസ്തുത് പാഠഭാഗ് കൈ ബാർ പഠന, कोई संदेह है तो मुझसे पूछिए. ഓക്കെ. ഈ നമ്മുടെ പാഠം മനോജ് കി നാവ് എന്നുള്ള ഈ പാഠം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചിട്ട് വീണ്ടും വീണ്ടും വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറെ
വിളിച്ചിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക കേട്ടോ. ओके, आज की कक्षा में यहाँ समाप्त करती हूँ. धन्यवाद, फिर मिलेंगे.